പ്രപഞ്ച സൃഷ്ടിയിൽ ഒരു ചെറിയ വിത്ത് മണ്ണിലിട്ട് അത് മുളച്ചു വരുമ്പോൾ ആ വിത്തിനെ മുളപ്പിക്കുന്ന ശക്തി ആ വിത്തിൽ നിന്ന് അന്യമായിരിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഉപനിഷത്ത് അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിനോട് വിരോധമുള്ളതല്ല. നമ്മളുടെ ബയോളജിയും ബോട്ടണിയും സുവോളജിയും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഉപനിഷത്ത് പറയുന്നത് എല്ലാറ്റിലും ഒരു ശക്തിവിശേഷം ഇരിക്കുന്നുണ്ട്. എല്ലാ വസ്തുവിലും ആ ശക്തിവിശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച് അതിനെ വളർത്തി വികസിപ്പിച്ച് കൊണ്ടുവരുന്നു. ഈ പ്രപഞ്ചവും അതേപോലെ ഒരു ബീജാവസ്ഥയിലാണ് ഇരുന്നിരുന്നത്. ഒരു വിത്തിൻ്റെ ഉള്ളിൽ ഒരു വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നത് പോലെ ആണ് ഈ പ്രപഞ്ചവും ഇരുന്നിരുന്നത്. പിന്നെ അത് പ്രകടമായിട്ട് വരുന്നു. അപ്രകടമായത് പ്രകടമായി വരിക എന്നുള്ളതിനാണ് സൃഷ്ടി എന്ന പദം ഇവിടെ ഉപയോഗിക്കുന്നത്. ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഭാരതത്തിലെ സൃഷ്ടി തത്വത്തിൻ്റെ വേറൊരു സവിശേഷത. ശൂന്യതയിൽ നിന്നൊരു സൃഷ്ടി ഉണ്ടാകുന്നില്ല. ഉള്ളത് തന്നെ മറഞ്ഞിരിക്കുന്ന ഒന്ന് വെളിപ്പെടുന്നു. അതുകൊണ്ട് സൃജ് എന്ന ധാതുവിൻ്റെ അർത്ഥവും അപ്രകടമായത് അവ്യാകൃതമായത് വ്യാകൃതമാകുന്നു. കൺവെട്ടത്ത് വരാതിരുന്നത് കൺവെട്ടത്ത് വരുന്നു. ഇതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. നാം ഉറക്കത്തിൽ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ദൃശ്യലോകമൊന്നും നമ്മളുടെ ഉറക്കത്തിലില്ല, സുഷുപ്തിയിലില്ല. എന്നാൽ ഉറങ്ങി എണീക്കുന്ന സമയത്ത് എല്ലാം പ്രകടമായിട്ട് വരുന്നു. എല്ലാം ഒറ്റയടിക്ക് വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിലും സ്ഥൂല പ്രപഞ്ചത്തിനും ഉറക്കമുണ്ട്, സൂക്ഷ്മ പ്രപഞ്ചത്തിനും ഉറക്കമുണ്ട്. ഉറക്കം അതുകൊണ്ട് അനുനിമിഷം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഉറക്കം രണ്ട് ഹൃദയസ്പന്ദങ്ങൾക്കിടയിൽ ഒരു ഉറക്കമുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചാലറിയാം. കുറച്ചു നേരം ഒരു സ്പന്ദം കഴിഞ്ഞ് അടുത്ത സ്പന്ദത്തിനിടയിൽ ഒരു സുഷുപ്തി. ഇതുപോലെയാണ് ചെറിയ ചെറിയ മാത്രകൾക്കിടയിൽ, ചെറിയ ചെറിയ സംസാരങ്ങൾക്കിടയിൽ ഒക്കെ സുഷുപ്തി ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം സത്തും അസത്തും ചേർന്നിട്ടുള്ളതാണ്. സത്തും അസത്തും ചേർന്നെന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കവും ഉണർവും ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും പലതരത്തിലുള്ള അനുപാതങ്ങളാണ് നമ്മളുടെ ഓരോ അനുഭവവും. ഏതനുഭവം എടുത്തു വയ്ക്കാലും ഉറക്കവും ഉണർവും പല അളവിൽ 30% ഉറക്കം, 70% ഉണർവ്, അല്ലെങ്കിൽ 70% ഉറക്കം, 30% ഉണർവ്, ഇങ്ങനെയൊക്കെ ആയിട്ട് ഓരോ അനുഭവങ്ങളും കടന്നു പോകുന്നത്. നിരീക്ഷിക്കുന്നവർക്കതറിയാം. നിരീക്ഷിക്കാത്തവർക്കിത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉറക്കവും ഉണർവും 100% ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് സാമാന്യ മനുഷ്യൻ്റെ ഇടയിൽ ഒരു സാധാരണ സംഭവിക്കാത്തൊരു കാര്യമാണ്. സാമാന്യ മനുഷ്യനിൽ എപ്പോഴും ഉറക്കവും ഉണർവും കൂടിക്കലർന്നിട്ടുള്ള അനുഭവങ്ങളേ ഉള്ളൂ. 100% ഉണർവ്, അതിനെയാണ് നാം നിർവാണം എന്നും സമാധി എന്നും സാക്ഷാത്കാരമെന്നും ആത്മസാക്ഷാത്കാരമെന്നും സെൻ ബുദ്ധിസ്റ്റുകളാണെങ്കിൽ സറ്റോറി എന്നും ഒക്കെ പല പേരുകളിൽ വിളിച്ചു വരുന്നത്. അപ്പോൾ എല്ലാ ജീവപരിണാമത്തിലും ബോധത്തിൻ്റെ തലം കടന്നു വരുന്നുണ്ട്. ബോധത്തെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബോധത്തെ കലർത്താതെ, ബോധത്തെ വികസിപ്പിക്കാതെ ഒരു ആധ്യാത്മികതയ്ക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. ഏത് ആധ്യാത്മികയെ എടുത്താലും അതിൽ ബോധത്തിന് വളരെ പങ്കുണ്ട്.
അതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു മതം അല്ലെങ്കിൽ ഒരു ഫിലോസഫി, ഒരു തത്വചിന്ത, ഒരു ദർശനം, ഒരു പ്രത്യയ ശാസ്ത്രം വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു ചിന്താപ്രസ്ഥാനം ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അലക്സി കാരൽ എന്ന് പറയുന്ന ഒരു റഷ്യൻ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യനെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ പോലും ആ ശസ്ത്രക്രിയ ചെയ്യുന്ന മനുഷ്യൻ്റെ മനസ്സ് ആ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മളുടെ വൈദ്യശാസ്ത്രം എടുത്തു നോക്കിയാലും അധ്യാപന രീതികൾ എടുത്തു നോക്കിയാലും അതിൽ പ്രധാനപ്പെട്ടൊരു റോള് ഒരു വൈദ്യനും ഒരു ഗുരുവിനും ഒരു ആചാര്യനൊക്കെ ഉണ്ട്. ആചാര്യനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ വൈദ്യനെ മാറ്റി നിർത്തി ഒരു തരത്തിലുള്ള വിദ്യയുമില്ല, ഒരു ചികിത്സയുമില്ല എന്നുള്ളതാണ്.